ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഇന്നൊരു കഥ കേട്ടാലോ? കഥ സംഭവം നടക്കുന്നത് കാട്ടിലാണ്. ഓക്കെ, കാട്ടില് ഒരു വലിയൊരു ആഘോഷം, അതിൻ്റെ ഭാഗമായിട്ട് ഒരു മത്സരമുണ്ട്. മത്സരം എന്ന് പറയുമ്പോൾ ഉയരത്തിൽ പറക്കുക. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആൾക്ക് സമ്മാനം. ആളല്ല, പക്ഷികളാണ്. ഓക്കെ, കാട്ടിലുള്ള ഏത് പക്ഷിക്കും പങ്കെടുക്കാം. തത്ത, മൈന, കാക്ക, പ്രാവ്, പരുന്ത്, ആർക്ക് വേണോ പങ്കെടുക്കാം. ഓക്കെ, ഇനി ഈ സമ്മാനം തരുന്നതാരെന്നറിയാവോ? കാട്ടിലെ രാജാവ്. കാട്ടിലെ രാജാവ് വിജയിക്ക് സമ്മാനം രാജാവ് തന്നെ കൈമാറും. മാത്രമല്ല, ഒരു വമ്പൻ ഓഫറുണ്ട്. അയൽക്കാട്ട് എങ്ങനെയാ പറയാ? നമ്മുടെ നെയ്ബർഹുഡ് എന്ന് പറയത്തില്ലേ, അടുത്തുള്ള കാട്ടില്, തൊട്ടടുത്ത കാട്ടില് 1 മാസം ജീവിക്കാം. ഭക്ഷണം ഫ്രീ, സ്റ്റേ ഫ്രീ, എല്ലാം ഫ്രീ ആണ്. ഓക്കെ, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഉഷാറായിട്ട് ജോളിയായിട്ട് ജീവിച്ച് മടങ്ങി വരാം. ഓക്കെ, അപ്പോൾ ഓഫർ കൊള്ളൂലേ? അപ്പോൾ ആരൊക്കെയാ? കാട്ടിലെ സകല പക്ഷികളും ഭയങ്കര ആവേശമായി. എങ്ങനെയെങ്കിലും ഇന്ന് നമുക്ക് ആ സമ്മാനം വാങ്ങിക്കണം. അങ്ങനെ രാവും പകലും പ്രാക്ടീസാ. എവിടെ തിരിഞ്ഞ് നോക്കിയാലും പ്രാക്ടീസാണ്. വലത് ഇടത് എവിടെ നോക്കിയാലും അവർ പറന്ന് അവരുടെ ആംബിയൻസ് കൂട്ടുകയാണ്, കപ്പാസിറ്റി കൂട്ടുകയാണ്. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് സമയമായി. മത്സര ദിനമായി. ഇതിൻ്റെ റെഫറി ആയിട്ട് നിൽക്കുന്നത് കുരങ്ങച്ചാരാണ്. ഒക്കെ പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ വിട്ടുവീഴ്ചയും അനീതിയൊന്നും കാണിക്കത്തില്ല. കൃത്യമായിട്ട് മാർക്കൊക്കെ ചെയ്ത് ജഡ്ജ് ചെയ്യുന്ന ആളാ കുരങ്ങന്. അങ്ങനെ മത്സര ദിവസം ഇവരെല്ലാം സെറ്റായി വന്നു നിന്നു. അങ്ങനെ ഡീപ് ബ്രത്തൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുവാണ് പക്ഷികൾ ഉയരത്തിൽ പറക്കാൻ വേണ്ടി. അങ്ങനെ ഒന്ന് കുരങ്ങച്ചാര് അനൗൺസ് ചെയ്തു, ഗെറ്റ് റെഡി, ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഗോ. ആ കമാൻഡ് കിട്ടിയതും പക്ഷികളൊക്കെ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ആവേശത്തോടെ പറക്കാൻ തുടങ്ങി. കാണികളായിട്ടുള്ള മൃഗങ്ങളെല്ലാം കൈയടിച്ചും വിസിലടിച്ചും ഒക്കെ പ്രോത്സാഹനം കൊടുത്തു. അങ്ങനെ അവരങ്ങനെ പറന്നു പോയി. പക്ഷെ കുറച്ച് ദൂരം എത്തിയപ്പെടണമല്ലോ. പാവം കോഴിക്ക് ഭയങ്കര തളർച്ചയായി. ഇച്ചിരി വെയിറ്റ് ആണേ ബോഡി. ഞാൻ അതിങ്ങനെ പതിയെ നിർത്തി, ഗിവപ്പ് ചെയ്തു. പറ്റുന്നില്ല, നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാക്കയും പറഞ്ഞു, കുറച്ചൊക്കെ പറന്നു, പക്ഷെ പുള്ളിയും പറഞ്ഞു, ഒക്കെ എനിക്ക് അങ്ങ് പറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പതിയെ കുറേയൊക്കെ പിൻവാങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പക്ഷികളായി. വീണ്ടും ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പരുന്താണ് ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത്. അപ്പോൾ കാണികളൊക്കെ പറഞ്ഞ അല്ലേലും നമുക്കറിയാം ആരാ പരുന്ത് കൊണ്ടുപോകുന്നേ. എല്ലാ മത്സരങ്ങളിലും പരുന്താണ് ജയിക്കുന്നത്. ഇപ്രാവശ്യം അവൻ തന്നെ സമ്മാനം അടിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റെഫറിയും ഒരുവിധം വിചാരിച്ചു, ശരിയാ, പരുന്ത് കൊണ്ടുപോകും. അങ്ങനെ വിസിലെടുത്ത് ഒക്കെ ഇങ്ങനെ സമ്മാനം ഡിക്ലെയർ പറയണമല്ലോ. 1ാം സമ്മാനം ഗോസ് ടു പരുന്ത് എന്ന് പറയണം, 2ാം സമ്മാനം ഗോസ് ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ അറിയാം. അങ്ങനെ അനൗൺസ് ചെയ്യാൻ ഇങ്ങനെ മൈക്കെടുത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ നോക്കുമ്പോഴുണ്ടല്ലോ, പരുന്തിൻ്റെ മുകളിൽ വേറെ ആരോ പറക്കുക. അപ്പോൾ സൂക്ഷിച്ച് കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മി നോക്കിയിട്ട് നോക്കുമ്പോൾ ആരാ? ഒരു കുഞ്ഞി ബേർഡ്, ഒരു കുഞ്ഞി പക്ഷി അതിൻ്റെ മേൽ, പരുന്തിൻ്റെ മേൽ പറക്കുന്നു. അപ്പോൾ ആരാ? അപ്പോൾ മറ്റുള്ളവരും ഇങ്ങനെ കാണികളും നോക്കും. ശരിയാ, പരുന്തിൻ്റെ മേലെ ആരോ പറക്കുന്നുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് അങ്ങനെ വിശദമായി നോക്കുമ്പോൾ മനസ്സിലായി അതൊരു റോബിൻ ബേർഡാണ്. റോബിൻ ബേർഡ് കേട്ടിട്ടുണ്ടോ? വളരെ കുഞ്ഞു പക്ഷിയാണ്, ഒരു കുഞ്ഞു പക്ഷിയാണ് റോബിൻ ബേർഡ്. അപ്പോൾ ഈ ബേർഡ് പരുന്തിൻ്റെ മേലെ അങ്ങ് മുകളിൽ പറക്കുക. അപ്പോൾ എല്ലാവർക്കും അതിശയായി, ആവേശമായി. അങ്ങനെ സമ്മാനം ഡിക്ലെയർ ചെയ്തു. റോബിൻ ബേർഡിനാണ്, കുഞ്ഞിക്കിളിക്കാണ് 1ാം സമ്മാനം. 2ാം സമ്മാനമാണ് പരുന്തിന്. അങ്ങനെ പരുന്തിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറന്ന് ഇങ്ങനെ താഴെ വരുമ്പോൾ എല്ലാവരും ഓടിക്കൂടും. എങ്ങനെയാടാ നീ ഈ മുകളിലെത്തിയ പരുന്തിന് മേൽ പറന്നത് എങ്ങനെയാന്ന് ആവേശത്തോട് ചോദിക്കും. അപ്പം നമ്മുടെ ഈ റോബിൻ ബേർഡ് ഭയങ്കര റിലാക്സ് ആയിട്ട് കൂളായിട്ട് പുള്ളി പറയും, ഞാൻ വലിയ ഒരു കാര്യമൊന്നും ചെയ്തില്ല. ഞാൻ നമ്മുടെ പരുന്തച്ചാരയുടെ ചിറകിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരുന്നു, കട്ടയ്ക്ക് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരുന്നു. പരുന്തച്ചാറ് പൊങ്ങുന്നതിനനുസരിച്ച് ഞാനും ഇങ്ങനെ ആവേശത്തോടെ കാഴ്ചകളൊക്കെ കണ്ട് കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ പറഞ്ഞു. പിന്നെ അങ്ങ് മുകളിലെത്തിയപ്പോൾ ഞാൻ ഇച്ചിരി കുറച്ച് കയറി അങ്ങ് പറന്നു. കുറച്ച് നേരം പിടിവിട്ട് മുകളിൽ പറന്നിട്ട് ഞാൻ വീണ്ടും വന്ന് പരുന്തിൻ്റെ ചിറകിലിരുന്നു. അങ്ങനെ ഷിറനെ താഴെ ഭൂമിയിൽ വന്നു. ഓക്കെ, ഭൂമി എന്ന് പറഞ്ഞപ്പോൾ താഴെ നിലത്ത് വന്നു. എന്ത് രസമാണ്! ഒരു കുഞ്ഞു പക്ഷി ഈ വലിയ പരുന്തച്ചാരെ തോപ്പിച്ച് 1ാം സമ്മാനം കൈക്കലാക്കി. പ്രിയമുള്ളവരെ, ഈ കഥ നമ്മുടെ ജീവിതത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ പരുന്താര നമ്മുടെ സ്വന്തം ദൈവപുത്രനായ ഈശോയാണ്. ഓക്കെ,
ഇനി ഈ കുഞ്ഞി റോബിൻ പക്ഷി ആരാ? നമ്മൾ ഓരോരുത്തരുവാ അല്ലേ. നമ്മൾ വലിയ വലിയ താപ്പാനകളൊന്നുമല്ല, നമ്മൾ വലിയ സംഭവമൊന്നുമല്ല, നമ്മളും കുഞ്ഞാണ്. പക്ഷെ കുഞ്ഞിനും വിലയുണ്ട്, കുഞ്ഞും ചില്ലറക്കാരനല്ല അല്ലേ. അപ്പൊ ഈ കുഞ്ഞു പക്ഷി പ്രതിനിധീകരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും. വലിയ ചിറകുള്ള പക്ഷി ആരാ? പരുന്ത്, ദൈവപുത്രൻ, ഈശോപ്പയാണ്. ഓക്കെ. ഇനി ഈ ബൈബിളിലുണ്ട് പരുന്തുമായി ഉപമിക്കുന്ന, അതായത് വലിയ പക്ഷിയുമായി ഉപമിക്കുന്ന സംഭവങ്ങൾ ബൈബിളിലുണ്ട്. അപ്പം നമുക്ക് 1-2 പരിചയപ്പെട്ടാലോ? ആദ്യം നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം എടുക്കാം. 17-ാം അധ്യായത്തിലുണ്ട് 17:8. അതിൽ പറയുന്നുണ്ട്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ മറച്ചു കൊള്ളണമേ. അല്ലേ? കണ്ണിൻ്റെ കൃഷ്ണമണിയന ഇതെവിടെ നമുക്കറിയാമല്ലോ. ഓക്കെ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സാധനം വെച്ചാൽ വളരെ കൃത്യമായി കാണാം. ഇപ്പം സിസ്റ്ററിന് ബൈബിളിൽ തന്നെ ഓരോ കുഞ്ഞു സെൻറ്റൻസ് ആണെങ്കിലും വാക്കുകളാണെങ്കിലും കൃത്യമായി കാണാം. അങ്ങ് ദൂരെ അകത്തി 10 അടി അകലെ അങ്ങ് ദൂരെ വെച്ചാലോ കാണാൻ പറ്റുമോ? വായിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ദൈവത്തിനോട് പറയാണ്, അങ്ങയുടെ കൃഷ്ണമണി പോലെ, അങ്ങയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, ചിറകിൻ്റെ നിഴലിൽ മറച്ചു കൊള്ളണമേ. ഡെയിലി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് കണ്ടോ. തൂവലും ചിറകുമായിട്ടൊക്കെ ഉപമിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് 91-ാം സങ്കീർത്തനം 91:4. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടത്തിൻ്റെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം നൽകും. ഓക്കെ. അപ്പം കണ്ടോ, ചിറക്, കീഴ്, അഭയം. അപ്പം ഇനി നമുക്കൊരു വചനം പരിചയപ്പെടാം. ഏശയ്യ അറിയാമോ? യേശു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രവാചകനാണ്. ഏശയ്യ 40:31. ഏശയ്യ 40:31. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. ഓക്കെ. നേരത്തെ നമ്മൾ വചനം പരിചയപ്പെട്ട് പറഞ്ഞു, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് മറച്ചുകൊള്ളും, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളണം, തൂവലുകളിൽ നിഴലിൽ നമ്മളെ ചേർത്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഈ വചനത്തിൽ പറയുന്നത് എന്നാ? കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ചു വരും എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റൊരു പരുന്താക്കി മാറ്റുമെന്നല്ലേ അർത്ഥം. ഓക്കെ. റോബിൻ ബേർഡായ നമ്മളെ ദൈവത്തിനോട് ഒട്ടിച്ചേർന്ന് ആ ചിറകിൽ ഇങ്ങനെ അഭയം പ്രാപിച്ച് നടക്കുമ്പോൾ ക്രമേണ നമ്മൾ കട്ടയ്ക്ക് അങ്ങ് ചേർന്ന് നിന്നാൽ മറ്റൊരു കഴുകനാക്കി നമ്മളെ മാറ്റും. ഓക്കെ. അപ്പോൾ പ്രിയമുള്ളവരെ, അപ്പോൾ ഇതിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം ഉൽപ്പത്തി പുസ്തകം എടുത്ത് അതിൽ 1-ാമത്തെ വചനം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അറിയാലോ, അതിലൊരു സംശയമില്ല. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. എന്ന് പറഞ്ഞാൽ ദൈവം ഭൂമിയെ കൈ തൊടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഇന്നത്തെ ചന്ദ്രനെ പോലെ അല്ലേ, രൂപരഹിതവും ശൂന്യവും അന്ധകാരവുമായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ അന്ധകാരമായിരുന്നതിൽ ദൈവത്തിൻ്റെ ചൈതന്യം ഒന്ന് തത്തിക്കളിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവം മാറി. ഇന്നത്തെ മനോഹരമായിട്ടല്ലേ പച്ചപ്പ് നിറഞ്ഞ സൗന്ദര്യമുള്ള പക്ഷി മൃഗാദികളും നമ്മളും ഒക്കെ ഉള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള വളരെ 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 നല്ല ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ഭൂമിയായി മാറി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഡ്രൈനെസ് എന്ന് വെച്ചാൽ വരൾച്ചയും കളറും രൂപരഹിതമാണ്, ഭംഗിയില്ലാത്തതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പോകാത്തതാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ ചൈതന്യം ഒന്ന് കളിച്ചാൽ പോരെ, ഒന്ന് തൊട്ട് തലോടിയാൽ പോരെ, അപ്പോൾ എല്ലാം സുന്ദരമായിട്ട് മാറും. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിലോട്ട് വന്നേ. ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണ വിരുന്ന്. വെള്ളം അങ്ങനെയാ നമുക്കറിയാമല്ലോ. പച്ചവെള്ളത്തിന് അധികം രൂപമില്ല, അതിന് ഭയങ്കര ഗുണമില്ല, വീര്യമില്ല, കളറില്ല. പക്ഷെ അത് ഇച്ചിരി ദൈവം ഒന്ന് തൊട്ട് ഭരണിയിലൊന്ന് തൊട്ട് തലോടി വെള്ളം പിടിച്ച് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നാ സംഭവിച്ചേ? ഈശോയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ നിറമില്ലാത്ത വെള്ളം നിറമുള്ളതായി മാറി, വീര്യമില്ലാത്തത് വീര്യമുള്ളതായി മാറി, സൗന്ദര്യമില്ലാത്തത് സൗന്ദര്യമുള്ളതായി മാറി. അങ്ങനെ ഗുണവും നിറവും ഒക്കെ ഉള്ള വീര്യമുള്ള വൈനായിട്ട് മാറി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം പച്ചപ്പില്ലാത്തതായിരിക്കും, സൗന്ദര്യം ഇല്ലാത്തതായിരിക്കാം, നമ്മൾ ഉൽപ്പത്തിയിൽ പറഞ്ഞതുപോലെ രൂപരഹിതവും അന്ധകാരവും ഒക്കെ ആയിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് വെച്ചു കൊടുത്തോ, നീ അതെല്ലാം മാറി സൗന്ദര്യവും നിറവും ഗുണമൊക്കെ ആയി മാറുക മാത്രമല്ല, കഴുകനെ പോലെ നമ്മളിങ്ങനെ പോകും. കഴുകൻ താഴെയാണോ പറക്കുന്നത്? അല്ലേ, താഴോട്ടല്ല അല്ലേ, എപ്പോഴും അതിൻ്റെ ലക്ഷ്യം ഇങ്ങനെ ഉയരങ്ങളിലേക്കാണ്. ഓക്കെ. അപ്പോൾ ഉയരങ്ങളിലേക്ക് പറന്നുയരാനും
നമുക്ക് കൂടുതൽ പച്ചപ്പും സൗന്ദര്യവും രൂപവും വീര്യവും ഒക്കെ കിട്ടാൻ വേണ്ടി ആര് വേണം? ഒരു കഴുകനെ പോലെ നമ്മുടെ ഈശോപ്പ കൂടെ വേണം. ഓക്കെ, അപ്പൊ ചേർത്ത് പിടിക്കില്ലേ? പ്രാർത്ഥിക്കില്ലേ? അപ്പൊ ചേർത്ത് പിടിച്ചോ. കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തുകൊള്ളും. അവിടുത്തെ ചിറകിൻ്റെ നിഴലിൽ നമ്മളെ മറച്ചുകൊള്ളും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.